ഫ്രണ്ട്സ് എല്ലാവർക്കും സച്ചി രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ 500 പൂമാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് സച്ചി രേവതിയും കൂടി രാവിലെ നേരത്തെ തന്നെ അത് പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു കേട്ടോ. കയറ്റി വിടുമ്പോൾ തന്നെ അവരുടെ വീടിൻ്റെ മുന്നിൽ 2 ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അവരെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ വണ്ടിയോട് അത് തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവരവിടെ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഡ്രൈവറാണ് നേരെ ഫോൺ വിളിച്ചുകൊണ്ടാണ് കേട്ടോ. അതിന് സച്ചി ചെറുതായിട്ട് അയാൾ വഴക്ക് പറയുന്ന സീനൊക്കെ ആദ്യത്തെ ഇതിൽ കാണിക്കുന്നുണ്ട്, തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് പോവുകയാണ്. സച്ചി നല്ല സന്തോഷത്തിലാണ്. കാരണം ഇത്രയും വലിയ ഓർഡർ കൈപ്പറ്റിയതും അവനാണ്. പിന്നെ അത് രേവതിക്ക് നല്ല രീതിയിൽ ചെയ്ത് തീർക്കാനും പറ്റിയല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഈ വണ്ടി പോയി കഴിഞ്ഞ് പകുതി വഴി എത്തുമ്പോൾ ഈ വണ്ടീനെ ഡ്രൈവറോട് പിന്നാലെ വരുന്ന 2 പേര് പറയും വണ്ടിയുടെ ടയർ പഞ്ചറായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇയാളത് ഇറങ്ങിയിട്ട് വണ്ടി നിർത്തി അത് ഇറങ്ങിയിട്ട് നോക്കുകയാണ് കേട്ടോ. നോക്കുമ്പോൾ ആ തക്കത്തിൽ ഇവർ 2 പേരും കൂടി വണ്ടി എടുത്ത് കടന്നു കളയാണ് ചെയ്യുന്നത്. പിന്നെ ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് കേട്ടോ. മറിച്ച് വീട്ടിൽ സച്ചി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. സച്ചിയുടെ വിചാരം എന്താണ്, പൂവൊക്കെ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും, ഇനി പോയി പൈസ കളക്ട് ചെയ്യേ വേണ്ടുള്ളൂ എന്നുള്ള വിചാരത്തിലാണ് സച്ചി നടക്കുന്നത് കേട്ടോ. അപ്പോൾ സച്ചി കുളി കഴിഞ്ഞ് വരുമ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യലൊക്കെ കഴിയുമ്പോഴാണ് ഫോൺ വരിക സച്ചിക്ക് എന്താണ് അനൂപ് വിളിക്കുക, അതായത് ഈ ഓർഡർ കൊടുത്ത ആൾ വിളിക്കുക കേട്ടോ. വിളിച്ചിട്ട് പറയാണ്. വിളിച്ച ഉടനെ സച്ചി ചോദിക്കുന്നത് എന്താണ്, കോൾ എടുത്ത ഉടനെ സച്ചി ചോദിക്കുന്നത് മാല കണ്ടില്ലട എങ്ങനെയുണ്ട് എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ആൾ പറയുന്നുണ്ട് അതിന് മാല ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല, എന്നാലും എങ്ങനെയുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ പറയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ എത്തിയില്ല, രാവിലെ നേരത്തെ കയറ്റി വിട്ടതാണല്ലോ, എത്തേണ്ട സമയമായല്ലോ എന്ന് സച്ചി പറയാണ്. ഇല്ലട ഇതുവരെ എത്തിയിട്ടില്ല, മുഹൂർത്തത്തിന് മുന്നെങ്കിലും അതൊന്ന് എത്തിക്കാൻ പറയാം ഡ്രൈവറോട്, നീല്ലെങ്കിൽ വിജയകുമാർ സാർ, അതായത് ഈ പാർട്ടിയുടെ നേതാവ് വിജയകുമാർ എന്നാണ് ആളുടെ പേര്. സാർ എൻ്റെ മേത്ത് റീത്ത് വെക്കും, നീ വേഗം ഒന്ന് വിളിച്ച് പറയുകയാണ്. അപ്പോൾ സച്ചിക്ക് ആകെ പേടിയായി, എന്തുണ്ടായിന്ന് അറിയില്ല. അപ്പോൾ സച്ചി കോൾ കട്ട് ചെയ്തിട്ട് ഇയാളെ വിളിക്കുന്നുണ്ട്. ഡ്രൈവറെ വിളിക്കുമ്പോഴാണ് കാര്യം അറിയുന്നത്. വണ്ടിയോട് കൊണ്ടുപോയ വണ്ടിയോട് തട്ടിക്കൊണ്ട് പോയി, എന്താ ചെയ്യണമെന്ന് അറിയില്ല, നടു റോട്ടിൽ നിൽക്കുകയാണെന്ന് പറയാണ് കേട്ടോ അയാൾ. സച്ചി വേഗം പുറപ്പെട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോവാണ്. എങ്ങനെയെങ്കിലും അന്വേഷിച്ച് വണ്ടി കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചിട്ട് സച്ചി പോവാണ്. അപ്പോൾ സച്ചി പോകുമ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ ഒറ്റയ്ക്ക് പോയിട്ട് എന്താ ചെയ്യുന്നത്, എനിക്കിവിടെ ഇരുന്നാൽ ഇരിക്കപ്പോഴത്തെ ഉണ്ടാവില്ല, ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കൂടെ രേവതിയും കൂടി പോകുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവരാണ് ആകെ ടെൻഷൻ അടിച്ചിട്ട് 2 പേരും കൂടി പോകുമ്പോൾ അവർ വഴിയിലൊക്കെ തരുന്നുണ്ട്, എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ടത് കാണുന്നുണ്ടോ. പക്ഷേ എന്തിനാ ഇപ്പോൾ ഈ വണ്ടിയോടെ തട്ടിക്കൊണ്ട് പോയിന്ന് ആർക്കും ഒരു ഡൗട്ടും ഇല്ല, ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എന്തിനാണ്. പക്ഷേ ഇതൊക്കെ ചെയ്തത് ആൻ്റണിയാണ്. ആൻ്റണി രേവതിയോട് സച്ചിയോടുള്ള ദേഷ്യത്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് ഇവർക്ക് മനസ്സിലാവണില്ല. ഇവർ എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഇയാളോട് ഡ്രൈവറോട് സച്ചി കുറേ ചൂടാവുന്നുണ്ട്, നിനക്കതിനെ എവിടെ ശ്രദ്ധിക്കാൻ സമയം, നീ ഏത് നേരം ഫോണിലല്ലേ, വണ്ടി പഞ്ചറായിട്ടാണ് ഇറങ്ങിയെന്ന് പറയും, വണ്ടി പഞ്ചറായോ ഇല്ലയെന്ന് ഓടിക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല, നീ ഇത്ര പൊട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ ചോദിക്കുമ്പോൾ ആൾ പറയുന്നുണ്ട് ഇല്ല, വണ്ടിയുടെ ഡ്യൂ എങ്ങനെ അടയ്ക്കാൻ ബാക്കിയുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇല്ല സച്ചിയുടെ ഒക്കെ കറക്റ്റാണ്, എനിക്കറിയില്ല, എനിക്ക് ശത്രുക്കളൊന്നും ഇല്ല എന്ന് പറയാണ്. പിന്നെ ഇപ്പോൾ ആരാ ചെയ്യുക, വണ്ടി മോഷ്ടാക്കൾ ആരെങ്കിലും ആണെന്ന് നിർത്തിയിട്ട് വണ്ടികളല്ലേ കൊണ്ടുപോകും, ഓടുന്ന വണ്ടി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകും, എനിക്കൊരു എത്തിയും മുടിയും കിട്ടുന്നില്ല, കറക്റ്റ് സമയത്ത് സാധനം അവിടെ എത്തിച്ചില്ലെങ്കിൽ അയാൾ എൻ്റെ കഥ കഴിക്കുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യം സച്ചേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടി വീണ്ടും പോകുന്ന സീൻസാണ് കാണിക്കുന്നത്. 2 പേരും കൂടി പോകുമ്പോഴൊന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ, എവിടെ വെച്ചിട്ടാണ് എന്ത് വെച്ചിട്ടാണ് പോകാമെന്നറിയില്ല. എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടാ നിങ്ങൾ ആരെങ്കിലും തല്ലിയോ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ ഇത് തല്ലാൻ എന്ത് ഗുണ്ടയാണോ, പിന്നെ അല്ലാതെ പിന്നെ അതിൻ്റെ പേരിൽ ആരെങ്കിലും വന്നതാണോന്നും അറിയില്ലല്ലോ എന്നറിയാം. രേവതി നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിലാണ്, വണ്ടി ഓടിക്കുന്ന ഇടയിലാണ് ഒരു ഫോൺ കോൾ വരിക കേട്ടോ, ഇയാളുടെ അനൂപിൻ്റെ ഫോൺ കോൾ വരുന്നത്. എന്നിട്ട് കോൾ എടുത്തിട്ട് എടാ പറയടാന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കുമ്പോഴേക്കും അനൂപല്ല നിൻ്റെ കാലെന്നാണ് വിളിക്കുന്നത് തിരിച്ച് മറുപടി വരുമ്പോൾ സച്ചിക്ക് സച്ചി ടെൻഷനായിട്ട് നിൽക്കുന്ന ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പക്ഷേ ഈ 500 മാലയും ആൻ്റണി മറ്റൊരു, അതായത് വിജനമായൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് 500 മാലയും കത്തിച്ചു കളയാനാണ് പറയുന്നത്. അങ്ങനെ കത്തിച്ചു കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവരുടെ എതിർ പാർട്ടിക്കാർ, വിജയരാഘവൻ്റെ എതിർ പാർട്ടിക്കാർ സച്ചിക്ക് പൈസ കൊടുത്തിട്ട് അവർ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണെന്ന് വരുത്തി തീർത്തിട്ട് സച്ചിനെ നാണം കെടുത്താനും തല്ലു പൊളിക്കാനും വേണ്ടിയിട്ട് ആൻ്റണി ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ 500 മാലയും അവർ കത്തിച്ചു കളയുന്ന സീൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ സച്ചിക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്